മണിക്കൂറുകൾ നാളെയാണ് എന്ന് പറയണം. തെരഞ്ഞെടുപ്പിൽ ഏതായാലും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ബിരിയാണിക്കപ്പുറം എന്തൊക്കെ ആഘോഷങ്ങളുണ്ട് നമുക്ക് കാണാം. എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനപ്പുറം സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. വിജയാഘോഷത്തിനായി KPCC ആസ്ഥാനത്ത് പന്തൽ ഒരുങ്ങുന്നുണ്ട്. വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ നേതാക്കൾക്ക് പ്രത്യേക സൗകര്യമുണ്ട്. അപ്പൊ നേതാക്കൾ എല്ലാവരും അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി തന്നെ എല്ലാവരും എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. UDF കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും എത്തും. KC ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് വരും. രമേശ് ചെന്നിത്തല കുറച്ച് സമയം ഹരിപ്പാടുണ്ടാവും, പക്ഷേ നാളത്തേക്കും അങ്ങ് എത്തുന്നാണ് പറയുന്നത്. ഇ.ഡി. സതീശൻ ഈ 2001 മുതൽ MLA ആയതാ ഇപ്പോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ സ്വന്തം മണ്ഡലത്തിനപ്പുറം വിട്ടുപോയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഈ വോട്ട് എണ്ണുന്ന ദിവസം ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വണ്ടി പിടിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ. പക്ഷേ LDF ആരൊക്കെ പതിവ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ 2021 പിണറായിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അവിടെ തന്നെയാണ്. മാത്രമാണ് AKG സെന്ററിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു കോൺഫിഡൻസ് ആണ്. ഒരു കോൺഫിഡൻസ് ആണ്. ഞങ്ങളൊന്നും പോയില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും. നമ്മൾ നോക്കിയിരിക്കുന്നു. റോഷിപാൽ എന്താ നമ്മളോട് പറയാ? റോഷിപാൽ, ഈ മുന്നണി കേന്ദ്രങ്ങളിലെ പ്രത്യേകിച്ച് പാർട്ടി ഓഫീസുകളിലേക്ക് തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? പന്തൽ പണിയൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ആത്മവിശ്വാസം എത്രത്തോളമാണ്? മധു, ഇതിൽ പന്തൽ പണിയൊക്കെ വളരെ നേരത്തെ തുടങ്ങി. കാരണം കോൺഗ്രസ് ഈ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയതാണ്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പോലും എങ്ങനെ തീരുമാനിക്കണം എന്നതിനെ കുറിച്ചുള്ള ആലോചനകളും തുടങ്ങിയിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ രാവിലെ പന്തൽ പണി തുടങ്ങി. വൈകിട്ടോടെ പന്തൽ പണി പൂർത്തിയാകും. നാളെ പായസമുണ്ട്, ലഡുവുണ്ട്, അങ്ങനെ മധുരപലഹാരങ്ങളെല്ലാം തയ്യാറാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം വരെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് KPCC നേതൃത്വത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മുഴുവൻ മുതിർന്ന നേതാക്കളോടും KPCC ആസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം അത് ദീപാദാസ് മുൻഷി തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദില്ലിയുള്ള ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതിനു പുറമെ ഹരിപ്പാടുള്ള രമേശ് ചെന്നിത്തല, എറണാകുളത്തുള്ള VD സതീശൻ, K സുധാകരൻ കണ്ണൂരിൽ നിന്ന് വരുന്നു, കണ്ണൂരിൽ പേരാവൂരിൽ മത്സരിച്ച സണ്ണി ജോസഫ് തിരിച്ചിങ്ങോട്ടേക്ക് തിരുവനന്തപുരത്ത് വരുന്നു. അങ്ങനെ നേതാക്കൾ എല്ലാവരും ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. മുഴുവൻ നേതാക്കളും ക്യാമ്പ് ചെയ്യും. UDF കൺവീനർ അടൂർ പ്രകാശ് ആരോഗ്യ പ്രശ്നക്കാരുടെ വിശ്രമമായിരുന്നു. നാളെ KPCC ആസ്ഥാനത്തേക്ക് അദ്ദേഹവും എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രധാന നേതാക്കളും, ഒരുപക്ഷെ AK ആന്റണിയും അവസാന ഘട്ടത്തിൽ അവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ആ പന്തലിൽ വലിയ LED വാൾ ഒരുക്കും. അവിടെ നേതാക്കൾക്ക് പ്രത്യേക ഇരിപ്പിടമുണ്ടാകും. അവിടെ വെച്ച് അവർ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ ഏതാണ്ട് UDFന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് മാരത്തോൺ ചർച്ചകളിലേക്ക് കടക്കും. അവിടെ തന്നെയുണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അവർ ഇരുന്ന് പ്രാഥമികമായ ചില ആലോചനകൾ നടത്തും. അതിന് തൊട്ടുപിന്നാലെ തന്നെ AICCയുടെ നിരീക്ഷകരും സംസ്ഥാനത്തേക്ക് എത്തും. ഒരുപക്ഷെ മറ്റന്നാൾ AICCയുടെ നിരീക്ഷകർ MLA-മാരുടെ അഭിപ്രായം തേടാൻ സാധ്യതയുണ്ട്. മറ്റന്നാൾ ഉച്ചതിരിഞ്ഞായിരിക്കും ഒരുപക്ഷെ. ദീപാദാസ് മുൻഷിയുടെ ഒരു പ്രതികരണം നമ്മൾ കേൾക്കുകയായിരുന്നു. ഒരുപക്ഷെ വലിയ കോൺഫിഡൻസിലാണ് പറയുന്നത്. മുഖ്യമന്ത്രി കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഘടകകക്ഷികളുമായൊക്കെ സംസാരിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് ഇന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞതല്ലേ. അപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു തുടർഭരണം എന്നതാണ് അല്ലെ. 100-ലധികം സീറ്റ് തരംഗം ഉണ്ടെങ്കിൽ എന്നതാണ് ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. വിനീത, ഇതിൽ ദീപാദാസ് മുൻഷിയുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലമായി തിരുവനന്തപുരത്ത് താമസിക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി. സാധാരണ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാർ നേരത്തെ മുഗൾ വാസ്നിക്കുണ്ട്, താരിഖ് അൻവറുണ്ട്, അങ്ങനെ ഗുലാം നബി ആസാദ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കളും, ഇപ്പോൾ കോൺഗ്രസിന്റെ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളൊക്കെ പല ഘട്ടങ്ങളിലായി സംസ്ഥാനത്തിന്റെ ചുമതലയിലുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും കേരളത്തിൽ താമസിച്ചിരുന്നില്ല ഇത്രയും ദീർഘകാലം. പക്ഷെ ദീപാദാസ് മുൻഷി അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിൽ താമസിക്കുകയായിരുന്നു. അവർക്കൊപ്പം 2 AICCയുടെ സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു. അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുണ്ട്. പ്രാദേശികമായി പ്രവർത്തകരുമായി അടക്കം ആത്മബന്ധം അവർക്കുണ്ട്. അവർ ഫീൽഡിൽ പ്രവർത്തിച്ചപ്പോൾ ഫീൽഡിൽ അവർ നടത്തുന്ന സന്ദർശനത്തിൽ ഇടയിൽ ഉണ്ടാകുന്ന വികാരമാണ് അവർ ഈ വിജയം ലഭിക്കുമെന്ന ആത്മവിശ്വാസം അവർക്ക് പ്രകടമാക്കാൻ ഒരു കാരണവും അതുതന്നെയാണ്. അതാണ് സ്വാഭാവികമായും ഒരു മുന്നണിക്ക് എത്രമേൽ ആത്മവിശ്വാസമുണ്ട് എന്നൊരു ചോദ്യത്തിന് ഒറ്റ വാചകത്തിലുള്ള ഒരു ഉത്തരമാണ് ദാ നോക്ക് KPCCയിലേക്ക് എന്നുള്ളത്. അത്രമേൽ വലിയ തയ്യാറെടുപ്പ് അവിടെ നടക്കുകയാണ്.